ചർച്ചകളായിട്ട് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം പരിചിതരായ വ്യക്തികൾ തന്നെയാണ്. നമ്മുടെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീ PK ഉമ്മർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശശി മേനോൻ, രണ്ടുപേരെയും ഹാർദമായി നിങ്ങളുടെ എല്ലാം പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഇതിൻ്റെ ചർച്ച തുടക്കം കുറിക്കാനായിട്ട് ഉമ്മർ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയ ജയറാം, ശശിമേനോൻ, പരിചയക്കാരായിട്ടുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട്, മറ്റ് ക്ഷണിക്കപ്പെട്ടവരെ സുഹൃത്തുക്കളെ. ഞാൻ നാട്ടുകാരനാണ്, പലർക്കും അറിയാൻ തോന്നുന്നു. അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഷോപ്പിലായിരുന്നു നീണ്ട വർഷം. റിട്ടയർ ചെയ്തിട്ട് 10 വർഷത്തോളമായി. മുഖ്യമായി ഞാനിന്ന് വന്നത് ജയറാമിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിലാണ്. കൂടാതെ മതിലത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ അടുത്ത കാലത്ത് അവിടുത്തെ ആ പ്രദേശത്തുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സംയോജിത കൃഷി സംഘം എന്നുള്ള രൂപത്തിലേക്ക് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി. വളരെ അടുത്ത നാളുകളിലാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. മുഖ്യമായും അങ്ങനെയൊന്ന് ചെയ്യാൻ കാരണം വളരെയധികം ആളുകൾ അവരുടെ ചെറിയ പുരയിടങ്ങളിൽ ആകാവുന്ന വിധത്തിലുള്ള കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. മറ്റു പലരും ചെറുതും വലുതുമായ നിരവധി പുരയിടങ്ങളിൽ കൃഷികൾ അവരുടെ സ്വന്തം ഭൂമികളെല്ലാം തന്നെ തരിശിടുക ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ആണ് നിലവിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഈ കടലോരം എന്ന് പറഞ്ഞാൽ വളരെയധികം പരിമിതികളുള്ള സ്ഥലമാണ്. ഒന്നതിൻ്റെ ഈ മണ്ണിൻ്റെ സ്വഭാവം തന്നെയാണ്, വളരെ പുഴി മണ്ണാണ് നമ്മൾ. ജൈവാംശ തോതൊക്കെ വളരെ കുറവാണ്. പിന്നെ കഴിഞ്ഞ 60-കൾക്ക് ശേഷം അല്ലെങ്കിൽ 70-കൾക്ക് ശേഷമൊക്കെ പഴയൊരു പുരയുടെ കൃഷിയിൽ നിന്ന് മാറി നമ്മളെല്ലാം വേറൊരു ജീവിതക്രമത്തിലേക്ക് വന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആരും പഴയൊരു ജീവിതക്രമത്തിൽ കൂടെ അല്ല പോകുന്നത്. പഴയ പുരയിടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറി ഉണ്ട്, അല്ലെങ്കിൽ പശുവുണ്ട്, മീനുണ്ട് കുളത്തിൽ. അത്തരത്തിലേക്ക് അത് ആ യൂണിറ്റ് മൊത്തത്തിലൊരു എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലാണ്. അപ്പം അത് അന്നത്തെ ജീവിതക്രമത്തിന് അത് യോഗ്യമായിരുന്നു. നമുക്ക് അതുകൊണ്ടൊക്കെ ജീവിച്ചു പോകാമായിരുന്നു. 10, 25, 50 സെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളായിരുന്നാൽ പോലും അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടത്തിപ്പോയി. അതുകൊണ്ടാണ് നമ്മളിൽ പലരും പഠിച്ചതും ജീവിച്ചതും. അപ്പോൾ ആ പുരയിടങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് തെങ്ങായിരുന്നല്ലോ മുഖ്യത. പക്ഷെ അതിന് പിന്നെ വല്ലാത്ത മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റം വന്ന് എത്തി നിൽക്കുന്നത് പൂർണ്ണമായും തെങ്ങുകളില്ലാത്തൊരവസ്ഥയിലാണ്. മുഖ്യവിളയായിട്ടുള്ള തെങ്ങ് പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അതൊരു സ്ഥിരമായ വരുമാനമായിരുന്നു. പക്ഷെ അതൊരു മടിയന്മാരുടെ വിളയായിട്ടാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം മാസം അല്ലെങ്കിൽ 10-45 ദിവസത്തുമ്പോൾ ചെന്ന് തെങ്ങേരക്കാരൻ വന്ന് കിട്ടിയാൽ മതി, അത് വെട്ടിയിടാം, പിന്നെ കൊല്ലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം അതിന് ഒരു തകർച്ച വന്നപ്പോൾ നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ്, ഒരു ബദലുകൾ സൃഷ്ടിക്കാൻ പറ്റില്ല. നമുക്കതിന് ഇഷ്ടമില്ലായിരുന്നു. അത് ബുദ്ധിമുട്ടേറിയൊരു കാര്യം. കാരണം ഒന്ന് ഈ മണലിൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ഇടവിളകൾ ചെയ്യാന്ന് പറഞ്ഞ ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മലയോരങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്കവിടെ കാണാം ഇല്ലേ, ക്രിസ്ത്യൻസ് എല്ലാം കൃഷി ചെയ്യുന്നത് സെറ്റിലേഴ്സിൻ്റെ തോട്ടങ്ങളിലേക്ക് പോയാൽ നമുക്ക് സമഗ്രമായിട്ടുള്ള കൃഷി രീതികൾ കാണാൻ കഴിയും. വൈവിധ്യമാർന്ന വിളകളെല്ലാം കാണാൻ കഴിയും. അവരത് 50-കളിലോ 60-കളിലോ 70-കളിലോ ഒക്കെ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ വളരെ മോശമായിട്ടുള്ള കാട്ടുപ്രദേശങ്ങളിലൂടെയൊക്കെ അവരുടെ കൈകളിൽ സെറ്റിലേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ
ലയനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കയ്യിൽ വന്നപ്പോഴും അത് വെട്ടി അവർ വൃത്തിയാക്കി വൈവിധ്യമാർന്ന വിളകൾ ചേർത്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ട് നമുക്കത് ശീലമില്ലായിരുന്നു. അപ്പോൾ പിന്നീട് നമുക്കൊരു ബദലില്ലാതെ വരികയുണ്ടായി. പിന്നെ നമ്മുടെ ജീവിതക്രമം മാറിയപ്പോൾ നമ്മുടെ വരുമാന മാർഗ്ഗം അതല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ആളുകൾ പുറത്തേക്ക് പോയി. പ്രധാന മാർഗ്ഗം ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണമാണെന്നൊക്കെ വന്നു. അല്ലാത്ത വിദ്യാഭ്യാസം കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമാന മാർഗ്ഗങ്ങൾ തോന്നി. അപ്പോൾ കൃഷി ഒരു ഉപജീവന മാർഗ്ഗമല്ല, അല്ലെങ്കിൽ നമുക്കത് കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഇടപാടല്ല എന്നുള്ള തോന്നൽ രൂപപ്പെടുകയും അതിൽ നിന്ന് നിരവധി ആളുകൾ മാറുകയും ചെയ്തു. പിന്നെ ഇപ്പോഴെ സംബന്ധിച്ചിടത്തോളം 50-കളിൽ 60-കളിൽ കൃഷി ചെയ്തിരുന്ന ആളുകളൊന്നുമല്ല, അവർക്ക് പ്രായമായി. ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ എല്ലാവരും പ്രായമായി അല്ലേ? അപ്പോൾ ഈ ചർച്ച കേൾക്കാൻ തന്നെ ദൈവം തലമുറയിൽ ആളുകളൊന്നുമില്ല. അവർക്ക് ഒന്നാമത് ആളുകൾ കുറവ്, ഒന്നാമത് അവരുടെ താല്പര്യങ്ങൾ മാറി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജയറാം ഈ ആശയം ഇങ്ങനെ ജയറാം റിട്ടയർ ബാങ്കിലായിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ച് ജയറാമിൻ്റെ പ്രായം കൊണ്ട് സീനിയറാണെങ്കിലും കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചറിൽ എൻ്റെ ജൂനിയറായിരുന്നു, ശശി എൻ്റെ ജൂനിയറായിരുന്നു. അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 80-കളിലേക്ക് പോകുമ്പോൾ ജയറാം ബാങ്കുകളിലേക്ക് പോയി. അങ്ങനെ പല മേഖലകളിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ തകർച്ചയുടെ പിക്ചർ 80-കൾക്ക് ശേഷം വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ തെങ്ങ് കൃഷിയുടെ ഏകവിള രീതിയെ സംബന്ധിച്ചും പുരയുടെ കൃഷി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ തകർച്ചയും നമുക്ക് കാണാൻ കഴിയും. നമ്മളതൊക്കെ വിട്ടു. അപ്പോൾ പഴയതെങ്ങനെയാണ്? വീടുണ്ട്, നമുക്ക് അതിനകത്ത് തെങ്ങുണ്ട്, കുറച്ചൊക്കെ കവുങ്ങുകളുണ്ട്, അല്ലെങ്കിൽ മാങ്ങയുണ്ട്, പച്ചക്കറി കുറച്ചൊക്കെ ചെയ്യും, കുളത്തിൽ മീനുണ്ട്, പശു ഉണ്ടാവും, ആടുകളുണ്ടാവും. ഇത്തരത്തിലേക്ക് ഇതൊക്കെ കൂടി തട്ടിമുട്ടി നമ്മൾ ജീവിച്ചു പോകും. ഒരു ദിവസം നമ്മൾ പയർ പൊട്ടിച്ചു, മറ്റൊരു ദിവസം നമ്മൾ വെണ്ടയ്ക്ക പൊട്ടിച്ചു, അല്ലെങ്കിൽ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി, മീൻ പിടിച്ചത് ഉപയോഗിച്ചു. ഇത്തരത്തിലേക്കാണല്ലേ ജീവിതത്തിൽ നമ്മൾ. ഒന്നാമത് ജീവിത രീതി വല്ലാതെ മാറി. നമുക്ക് ഇന്നിപ്പോൾ അതുകൊണ്ടൊന്നും നമ്മുടെ ആളുകൾക്ക് തൃപ്തരാകാൻ കഴിയില്ല. പഴയ മുരിങ്ങ കറിയൊന്നും വെച്ചിരുന്ന് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പഴയ 50, 60, 80-കളിലുള്ള ആളുകൾ. പക്ഷെ പുതിയ കുട്ടികൾക്ക്, തലമുറക്കാർക്ക് അതൊന്നും സ്വീകാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണ രീതി പോലും മാറിക്കരിക്കുന്നു. അത് ഈ കൃഷിയുടെ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടാൽ നിൽക്കണം. അതാണ് അതിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃഷി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരമ്പരാഗതമായൊരു കൃഷി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇവിടെ നടന്നു പോയ എൻ്റെ തറവാട് വീട്ടിലേക്ക് എത്താൻ പറ്റും, എല്ലാവർക്കും അറിയാം. അവിടെ കൃഷിയുടെ ഉള്ളിൽ കിടന്നാണ് വളർന്നത്. പക്ഷേ എന്തുകൊണ്ടോ എല്ലാവർക്കും അതിൽ അത്ര വലിയ കമ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഇടയിൽ. പക്ഷേ എനിക്ക് ആ കമ്പം ഉള്ളതുകൊണ്ട് ജോലിയിൽ ചെന്ന് വിട്ടതും അത് തന്നെയാണ്. ഇപ്പം ഇന്ന് പോലും ഞാനവിടെ ഉച്ചവരെ കിടന്ന് കുത്തിമറിഞ്ഞിട്ടാണ് ഈ വരുന്നത്, പോയി കുടിച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ അവിടെ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നുകൊണ്ട് ഞാൻ ഈ 80-കളിൽ തന്നെ ഈ തെങ്ങ് രോഗപ്രശ്നത്തിലേക്ക് പെടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. കാറ്റുവീഴ്ച അന്ന് തന്നെ ശക്തമായി തുടങ്ങിയിരുന്നു തെക്കൻ മേഖലയിൽ. കാറ്റുവീഴ്ച രോഗം പടരുന്നു എന്നുള്ള വാർത്ത അന്ന് റിപ്പോർട്ടഡാണ്. മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്റുവീഴ്ച വലിയ തോതിൽ വരികയും അത് വടക്കോട്ട് വന്ന് പൂർണ്ണമായും കേരളത്തിനെ കീഴടക്കുമെന്ന് പറഞ്ഞ് ചർച്ച ഉണ്ടായിരുന്ന കാലമാണ് 80-കളിൽ. അത് 90-കൾ വന്നപ്പോഴൊക്കെ പതുക്കെ നമ്മുടെ ഇടയ്ക്ക് കടന്നു വന്നു. കാറ്റുവീഴ്ചയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിസർച്ചിൽ നമ്മൾ പരാജയപ്പെട്ടു. ഞങ്ങളെല്ലാം ജോലി ചെയ്ത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് പരാജയപ്പെട്ടു. സർക്കാർ മൊത്തത്തിൽ പരാജയപ്പെട്ടു. തെങ്ങിനെ പിടിച്ചു നിർത്തുന്നതിൽ, തെങ്ങിൻ്റെ പ്രധാനപ്പെട്ട രോഗമായിട്ടുള്ള കാറ്റുവീഴ്ചയെ പിടിച്ചു നിർത്തുന്നതിൽ പൂർണ്ണ പരാജയപ്പെട്ടു. അതിനിപ്പോഴും ശരിയായൊരു പരിഹാരം വന്നിട്ടില്ല. അതിനുശേഷം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല പ്രശ്നങ്ങൾ വന്നു. നമുക്ക് ഒരിക്കലും ഇല്ലാത്ത ചില രോഗകീടബാധകൾ വന്നു. നിങ്ങൾ ഓർക്കുന്നില്ല, മണ്ടരി വന്നു. കോടാനുകൂടി രൂപയാണ് സർക്കാർ ഇറക്കി, ഒരു പിടിയും കിട്ടി. അത് തന്നെ പിന്നെ വൈറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞ് നമ്മൾ അതും കേൾക്കാതിരുന്നൊരു സാധനമാണ്, വെള്ളീച്ച. ഇപ്പം എന്താ അവസ്ഥയാണ്? ഈ തെങ്ങൊക്കെ പലവരും നശിച്ചു പോയിട്ടും കുറ്റിച്ചൂലുമല്ലല്ലോ നിൽക്കുന്നത് തെങ്ങുകൾ. എൻ്റേതടക്കം എൻ്റെ 115 തെങ്ങ് കയറിക്കൊണ്ടിരുന്ന എൻ്റെ വീട്ടിൽ പ്ലോട്ട് ഇവിടെ അടുത്താണ്. അതിലിപ്പോൾ ആപ്പാടെ 15 തെങ്ങ് ആർക്കത്. വളരെ നിരാശാജനകമാണ്. അവിടെ മുകളിലേക്ക് നോക്കി, ഞാൻ മുകളിലേക്ക് നോക്കാറില്ല. ഒരു കൃഷി വകുപ്പ് ആണെങ്കിൽ ശാസ്ത്രം പഠിച്ച ആളാണെന്നൊക്കെ പറയാൻ കൊള്ളാമെന്ന് പറഞ്ഞു. പ്രശ്നം അതിനേക്കാളൊക്കെ അപ്പുറത്താണ്. കാരണം ഇടക്കാലത്ത് തെങ്ങ് കയറ്റം നമ്മൾ നിർത്തി. തെങ്ങ് യാതൊരു സ്ഥിരതയില്ലാത്ത വിലയിടിയും കാര്യങ്ങളും വന്നു. പറമ്പ് നോക്കേണ്ടതില്ല എന്നുള്ളൊരു സമീപനം വന്നു. അതുപോലെ തന്നെ തെങ്ങ് കയറി കിട്ടുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്.
ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ കീടബാധ അതിശക്തമായി. ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ചെല്ലിയാണ്. 2 തരം ചെല്ലികൾ തകർത്ത് തരിപ്പണായിരുന്നു. എപ്പോൾ തൈ വെച്ചാലും അത് 1 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് പോയിരിക്കും എന്നുള്ള നില. പുതിയ തൈ വെക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും തൈകൾ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിനെ കാറ്റ് പിടിച്ചാൽ അപ്പോൾ തന്നെ വരികയും ചെയ്യും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവരിൽ എനിക്ക് വ്യക്തിപരമായ താല്പര്യം തോന്നിയുകൊണ്ട് ഞാൻ സ്വീകരിച്ച മാർഗം എന്താണെന്ന് വെച്ചാൽ ജാതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ അന്നത്തെ നേരം വീട്ടിൽ പറമ്പ് പണി ചെയ്തിരുന്നതൊക്കെ കളിയാക്കി, ഇയാൾക്ക് എന്തോ വട്ടാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനവർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് പിന്നെയും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പലപ്പോഴും ഇവരൊക്കെ തന്നെ പശുവിനെല്ലാം കിട്ടി ഇതിനെല്ലാം ചവിട്ടി ഒടിച്ച് കളഞ്ഞിരുന്നതുകൊണ്ട് ഞാനത് തുടരുകയും. പക്ഷെ വലിയ തോതിലൊരു പച്ചപ്പ്, വലിയ മരങ്ങൾ, ജാതി നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ അതെനിക്കൊരു ആശ്വാസമായി. കാരണം ഒന്നില്ലെങ്കിൽ ഒരു പച്ചപ്പുണ്ടാവില്ല, നല്ല കൂളാണ്, നല്ല രസകരമായ ഒരു അവസ്ഥയാണ്. തെങ്ങ് കുറേ പോയെങ്കിലും ജാതി നിറഞ്ഞു നിൽക്കുകയും കവുങ്ങും ഞാൻ കുരുമുളകൊക്കെ വെക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തു എന്നുള്ളത് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ പിന്നീട് ഒരു 2000 ആയപ്പോഴേക്കും ചില സ്കീമുകളൊക്കെ വന്നതിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ ജാതി പോലുള്ള വിളകളിലേക്ക് വന്നു. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് മതിലകം പെരിഞ്ഞാനം ഡിസംബറും ഭാഗത്തൊക്കെ ജാതിയെല്ലാം എനിക്ക് ആസൂത്രണം വന്നതിന് ശേഷം കുറേ കൂടി ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇടവിള വെച്ചത് അതാണ്. പിന്നെ നമുക്ക് ആകെ പരിചയം ഉണ്ടായിരുന്നത് കവുങ്ങ് മാത്രമാണ് ഇടവിള. ഇതാണൊരു നമ്മളിവിടെ പൊതുവെ നോക്കുമ്പോൾ നമ്മുടെ സിനറിയോ എന്ന് പറയുന്നത് ഈ കൃഷിയുടെ രംഗത്ത്. പക്ഷെ സജീവമായി ഒരിക്കലും നമ്മൾ വലിയ പച്ചക്കറി ഒന്നും ചെയ്തിരുന്നില്ല എന്ന് കണ്ടു. കാരണം നമ്മുടെ ഭൂമിശാസ്ത്രം അതിന് അത്ര പറ്റിയതൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ വൃക്ഷങ്ങൾ നമ്മളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും സോഷ്യൽ ഫോറസ്ട്രി ആശയം വന്നതോടുകൂടെ കിട്ടിയ തെങ്ങ് മരത്തൈകൾ മുഴുവൻ കൊണ്ടെല്ലാം ചെറുകിട പറമ്പുകളിലും വെച്ചു വലിയ തോതിൽ, പ്രത്യേകിച്ച് മഹാഗണി. ഇപ്പം എൻ്റെ തന്നെ 50ഓളം മഹാഗണികൾ, അത്രയും മഹാഗണികൾ ഒരാളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ പ്രദേശത്ത്. ഇത് വന്നാൽ കാണാം ഇത്ര വലിപ്പമൊക്കെയുള്ള മഹാഗണി കൂറ്റ് ഒരാൾക്കും വേണ്ട. ഞാൻ വെച്ചുണ്ടാക്കിയതാണ്. അത് അന്നത് വെക്കുമ്പോൾ അതിന് ശേഷം 2000 വരെ 2020 വരെ യഥാർത്ഥത്തിൽ മഹാഗണിക്ക് ഒരുവിധം വിലയുണ്ടായിരുന്നു. ഒരു വലിയ മരമൊക്കെ ആണെങ്കിൽ 50,000 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ വിറ്റിരുന്നു. പക്ഷെ അതിനെ ഇടിച്ചു. കാരണം എന്താണോ കർഷകർ കൃഷി ചെയ്യുന്നത് അതിന് വില ഇടിക്കുക എന്ന് പറയുന്നത് പൊതുവായ സ്വഭാവം. പുറത്ത് ഇതൊന്നും ചെയ്യാത്തവരായിരിക്കും ഇടിക്കുക, അതാണ് വേറെ തമാശ. ഒന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർ അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ നിൽക്കുന്ന മിഡിൽ മാൻമാർ ഇവരായിരിക്കും അതിൽ ഇടപെടുന്നത് എന്നെ തകർക്കാൻ. ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും പ്ലൈവുഡ് ഇൻഡസ്ട്രിയും ഈ മരക്കച്ചവടം നടത്തുന്ന വെട്ടുകാരും കൂടെയാണ് അതിനടിച്ചത്. ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റി നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു 25,000 1 ലക്ഷം രൂപ വിലയുള്ള മഹാഗണി മരങ്ങൾ 2,000-3,000 രൂപ കൊടുത്തിട്ടാണ് അവർ വെട്ടിക്കൊണ്ടുപോയത്. വണ്ടികൾ ഈ റോഡ് മുഴുവൻ നിറഞ്ഞു ഓടുകയായിരുന്നു മഹാഗണി മരങ്ങളുമായിട്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനും കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് വേറൊരു ക്രിയ നമ്മൾ ചെയ്തതാണ്. മരങ്ങൾ വൻതോതിൽ വെച്ചു, അതിന് ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്തുമില്ല. മരങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ അവിടെ വേറൊന്നും വരില്ലല്ലോ. സൂര്യപ്രകാശം വലിയ തോതിൽ മരങ്ങളിൽ വീഴുന്ന ചെറിയൊരു കൃഷിയിടത്തിൽ ഒരു 50 സെൻറ്റ് സ്ഥലത്ത് പിന്നെ വേറെ പച്ചക്കറി പോലുള്ള സാധനങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പറയാനുള്ളത്, ഒരു ചർച്ച എന്നുള്ളതിൽ പറയാനുള്ളത്, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഭക്ഷണശീലമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഉൽപ്പന്നങ്ങളുടെ വില ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സാധനം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പുരയുടെ കൃഷിയിലൂടെ തിരിച്ചൊന്ന് പോകാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പം അത് സാധ്യമൊക്കെ ആവും. ഇപ്പോൾ പലരും ചെയ്യുന്നവരോട് ഉണ്ട്, നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അത് സാധ്യമാവാഞ്ഞിട്ടൊന്നുമില്ല. പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ ചുരിമണലാണ്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴും പുരയിടങ്ങളിൽ മുഴുവൻ ഈ വലിയ മരങ്ങളും മറ്റും മൂടി നിൽക്കുന്നുണ്ട്. കുളങ്ങൾ പഴയ പോലെയല്ല, കുളങ്ങളുടെ വെള്ളം വലിയതായി താന്നിട്ടുണ്ട്, വലിയ തോതിൽ താന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന നിരവധി വലിയ കുളങ്ങൾ എല്ലാം ഇന്നിപ്പോൾ വളരെ വിഷമത്തിലാണ്. ഇപ്പോൾ വളരെ പേടിച്ചിട്ടാണ് മോട്ടർ അടിക്കുന്നത് തന്നെ. വളരെ കുറഞ്ഞ സമയത്ത് അടിക്കുന്നുള്ളൂ, വളരെ കൺട്രോൾഡാണ് അടിക്കുന്നത്. വെള്ളം വളരെ ജുഡീഷ്യസ് ആയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് താഴുകയാണ്. ഭാഗ്യത്തിന് ഇടമഴ ഇപ്പോൾ ഒരു മഴ പെയ്തു, അതുകൊണ്ട് ഇപ്പോൾ കുളത്തിൽ കുറച്ച് വെള്ളമുണ്ട്.
അപ്പോൾ വെള്ളം ഒരു പ്രധാന പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ച് വരികയാണ്. അപ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്വപ്നം കാണേണ്ടത് നമ്മുടെ പുരയിടത്തിൽ നല്ല നല്ല ഒരു ജൈവ സമ്പത്ത് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നല്ലൊരു വൈവിധ്യമാർന്ന വിളകളുടെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മുടെ തോട്ടങ്ങളെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ വരുമ്പോൾ തെങ്ങിനോടൊപ്പം പോകുന്ന എന്താണ്, തെങ്ങ് തിരിച്ചു പിടിക്കേണ്ടതുണ്ടെങ്കിൽ പുതിയ ഇനങ്ങൾ വെക്കണം, അല്ലെങ്കിൽ ചുരുങ്ങിയ നിലക്ക് ചെന്തെങ്കിലും വെക്കണം. കരിക്ക് കുടിക്കാൻ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പൊക്കം കുറഞ്ഞാണ്, അത് കൊപ്രയുടെ കുറവൊന്നും അത്ര ഇല്ല, വെളിച്ചെണ്ണ കുറവൊന്നും മറ്റേ പഴയ നമ്മുടെ പൊക്കം കൂടിയ WCT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെന്തെങ്ങ് നന്നായിട്ട് വെക്കാം. അപ്പോൾ നാളികേരത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചൊരുപ്പെടുത്ത ആവശ്യമാണ്. കാരണം ഇപ്പോൾ പല വീടുകളും പോയി പീടികയിൽ നമ്മൾ 60 രൂപ കൊടുത്തിട്ട് തേങ്ങ വാങ്ങിക്കുന്നു, ശരിയല്ലേ? ബഹുഭൂരിപക്ഷം ആളുകൾ തേങ്ങ വാങ്ങിക്കുന്ന നിലയിൽ വന്നിരിക്കുകയാണ്. എത്ര ലജ്ജാകരമായ അവസ്ഥയാണെന്ന് നോക്കണം നമ്മൾ പെട്ടേക്കുന്നത്. അപ്പോൾ തിരിച്ച് തെങ്ങിന് ഒരു സംരക്ഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇടക്കാലത്ത് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, വളമിടൽ, കൊത്തുകിള ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചു. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഉയർന്ന കൂലിച്ചെലവാണ്. അത് നമ്മളെ വല്ലാതെ പുറകോട്ടടിച്ചിട്ടുണ്ട്. തെങ്ങേറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ കുറേയൊക്കെ മാറി. എല്ലാത്തിനും പ്രതിസന്ധിക്ക് ഇന്ത്യക്കാരാണ്. എല്ലാത്തിനും പാല് പണിയാണെങ്കിലും ശരി, കുളം വെട്ടണമെങ്കിലും ശരി, ഇപ്പോൾ വീട്ടടിച്ച് തുറക്കണമായാലും ശരി, എന്തിനും അവസാനമായ പ്രതിസന്ധി ഇന്ത്യ തൊഴിലാളികളാണെന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വന്ന് കേട്ടിരിക്കുന്നത്. അപ്പോൾ അവർ വന്നതിൻ്റെ ഭാഗമായി പല ഇടങ്ങളിലും അവരാണ് തെങ്ങ് കരുതുന്നത്. പക്ഷെ അതിൽ പഴയ പോലെ തെങ്ങ് കൃത്യമായി വൃത്തിയാക്കുകയും പിടിക്കുകയും മറ്റൊന്നും ചില സമയത്ത് ചെയ്യുന്നില്ല. മഴ കഴിഞ്ഞിട്ട് പൊഞ്ഞേട്ടം മാറ്റുക അല്ലെങ്കിൽ മടൽ നടത്തി കളയുക എന്നുള്ളത് സ്വാഭാവികമായും അതിൽ വലിയ തോതിൽ ചെല്ലുകളില്ല. അതാണ് വലിയ തോതിൽ തെങ്ങുകൾ പൂർണ്ണമായും ചെല്ലുകളുടെ ആക്രമണത്തിൽ നിന്ന് വൻതോതിൽ നശിച്ചുകൊണ്ട് ചെറിയ തോതിലും രക്ഷപ്പെടുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഉയർന്ന കൂലിച്ചെലവ് നമ്മളൊരു പ്രശ്നം തന്നെയാണ്. അതിൽ നമ്മുടെ കായികമായിട്ടുള്ള അധ്വാനം നമുക്ക് കൊടുക്കാനും അതൊരു മാനസിക ഉല്ലാസമാകാൻ കഴിയുമോ ചെറിയ പുരയിടങ്ങളിൽ നിന്നുള്ളത് ഒരു പരിശോധന നമുക്ക് ആവശ്യമാണ്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടായെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഞാൻ ഈ വിഷയത്തോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമുക്ക് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകത്തെമ്പാടും സ്വീകരിച്ചിട്ടുള്ള മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി സ്വീകരിക്കാൻ നമ്മൾ വല്ലാതെ മടിച്ചു നിൽക്കേണ്ടതാണ്. ഇറിഗേഷൻ ടെക്നോളജി സ്വീകരിക്കുന്നതിന് നമ്മൾക്ക് എന്തോ ഒരു അറച്ചു നിൽക്കുന്നു. ഞാൻ വ്യക്തിപരമായി പറയട്ടെ, ഇപ്പോൾ ജയറാമിനെ ഞാൻ നന്നായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ ഓട്ടോമേഷൻ എന്ന് പറയാൻ പറ്റില്ല, പാർഷ്യലി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കവുങ്ങിനുള്ള കവുങ്ങിനും തെങ്ങിനുള്ള തെങ്ങിനും കുരുമുളകിലുള്ള കുരുമുളകിനും വാഴയ്ക്കുള്ളത് വാഴയ്ക്ക് എന്നുള്ള രീതിയിൽ വെള്ളം കൊടുക്കാനായിട്ടുള്ള ഭാഗ്യമായി ഓട്ടോമേറ്റഡായ സംവിധാനം ഇന്ന് ചീപ്പറാണ്. അത് നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ കയ്യാണിൽ കൂടെ തന്നെ വെള്ളം കൊടുക്കുന്നത്. അത് ഈ ചൊരിമണല്ലേ. ആദ്യം നമ്മൾ തേവിയാണ് കൊടുത്തത്. എൻ്റെയൊക്കെ കൊച്ചുനാളിൽ തേവിയാണ് കൊടുത്തത്. കുളം കിട്ടുന്നതൊക്കെ തേവിയിട്ടായി. പിന്നെ അത് കയ്യാണി കൂടെ കൊടുക്കുന്നൊരു നില വന്നു. അതിനുശേഷം നമ്മൾ PVC വെച്ചിട്ട് ഹോസ് വെച്ചിട്ട് നനക്കണത്. അതൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുക. കാരണം എന്താ വെച്ചാൽ ആളുകളില്ല. ഈ നനക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഹോസ് പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോയി നനക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രായമായല്ല. പഴയ കൃഷി താല്പര്യമാണ്. പുതിയ ആളുകൾക്ക് ഇതിനൊന്നും താല്പര്യമാണ്. അപ്പോൾ പിന്നെ അത് കൂലിക്കാരെ വെച്ച് ചെയ്യാന്നുള്ള എളുപ്പമല്ല. വെള്ളത്തിൻ്റെ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന് കറണ്ടും പ്രശ്നം തന്നെ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഈ 3 വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 20 കൊല്ലക്കാലമേ എൻ്റെ പറമ്പിൽ എല്ലാവരും ഉപയോഗിക്കുന്നു. അത് ഒരു 1 ചില ഏക്കറുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 30 സെൻറ്റ് വീതമുള്ള 2 പ്രോപ്പർട്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഈ മൈക്രോ ഇറിഗേഷൻ സംവിധാനം. ഇതിനകത്ത് വേറെ ഒരു സാങ്കേതികതയില്ല. നമ്മൾ അടിക്കുന്ന വെള്ളം എത്ര ലിറ്ററാണ്, അതിപ്പോൾ ഒരു മോട്ടർ
ഒരു മിനിറ്റിൽ 100 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 ലിറ്റർ വെള്ളത്തിന് എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ, എവിടെയും വീണേ പറ്റും. അതിന് കൃത്യമായൊരു ട്യൂബ് സിസ്റ്റത്തിൽ കൂടെ നമ്മളെ ചെടിക്ക് ഇട്ട് കൊടുക്കുക, വേലിലിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രം സാങ്കേതികത ഇതിലുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു മെച്ചം എന്ന് വെച്ചാൽ ആകെ പമ്പ് ചെയ്യുന്ന വെള്ളം കുറവ് മതി. നമ്മളിപ്പോൾ കയ്യാണി കൂടെ അല്ലെങ്കിൽ ഹോസ് വഴി അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തടത്തിൽ ഒരാഴ്ച എത്തുമ്പോൾ ഫുള്ള് ഒരു 500 ലിറ്റർ വെള്ളം ഒന്നും നിർത്തുന്നതിൽ ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റില്ല. കാപ്പിലറീസ് എന്നറിയുന്നതോടുകൂടെ ആ വെള്ളം വേസ്റ്റ് ആയിട്ട് പോകും, പിന്നെ ചെടി ഗുണകരമായിട്ട് കിട്ടില്ല. പക്ഷേ നമ്മൾ ശീലിച്ചു വന്ന ഒരു രീതിയാണ്. അതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ മഴ കിട്ടി. അതിനുശേഷം നിരവധി നമുക്ക് ഉള്ള അത്രയധികം പുഴകൾ നമുക്കുള്ളതിൻ്റെ ഒരു അഹങ്കാരം നമുക്കുണ്ടായിരുന്നു. ഇഷ്ടം പോലെ മഴ, 2 മഴകൾ, ഇതെല്ലാം ഒരു മറിയുന്ന കഥയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ ഈ ചെറിയ പുരയിടങ്ങളിലും അല്ലെങ്കിൽ വലിയ പുരയിടങ്ങളിലും വ്യാപകമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. 1. 2, ചെറിയ പുരയിടങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെറസിലുൾപ്പെടെ ഇപ്പോൾ ഈ പറയുന്ന ആശയത്തിൽ നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഴങ്ങളോ ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി വളരെ കൃത്യമായ സാധനമാണ്. അവർക്ക് വളരെ സൗകര്യപ്രദമാണ്. നമ്മൾ വീട്ടിലുള്ളൊരു 1 HP-യോ 1.5 HP മോട്ടോർ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഒരുമാതിരി 10-20 സെൻറ്റിലുള്ള എല്ലാ വിളകളെയും നമുക്ക് ഈ മൈക്രോ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ അതിനൊക്കെ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന 16 mm ട്യൂബുകൾ അല്ലെങ്കിൽ 12 mm മൈക്രോ ട്യൂബുകൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ആക്സസറീസ് കിട്ടാനൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ ഈ വർഷം 85% സബ്സിഡി വരെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും 85% വരെ സബ്സിഡി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. 90% സബ്സിഡി 90കളിൽ കൊടുത്തിരുന്നു. 1990കളിൽ 90% വരെ സബ്സിഡി കൊടുത്തു. അങ്ങനെ സബ്സിഡി കൊടുത്താണ് എന്ന് പറഞ്ഞാൽ അപാകത. കാരണം ഒന്ന് ഫ്രീ കിട്ടുന്നതിന് ആരും വില വെക്കില്ല, അല്ലെങ്കിൽ വലിച്ചു വരണം. അന്നത് കൊടുത്തപ്പോൾ അത് നിരവധി ചെയ്ത ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ഒരു വലിയ സാങ്കേതികമായ പിഴവ് വന്നിരുന്നു ആ സമയം. അതന്ന് അത് ചെയ്തവർക്കും വന്നു, ഇത് ചെയ്യിപ്പിച്ചവർക്കും വന്നു. പ്രത്യേകിച്ച് നമ്മൾ കുളങ്ങളിൽ എടുക്കുക. നമ്മുടെ കുളങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ നാറും ഇല്ലേ? വെള്ളം മുഴുവനായിട്ട് ഇല വീണും ഓല വീണും ചീഞ്ഞ് നാറി കിടക്കുന്നൊരവസ്ഥയായിരിക്കും. വെള്ളം കുറയും കൂടി ചെയ്തോടുകൂടെ ചണ്ടിയും കൂടെ ചേർന്ന് തീർന്നു. അതിൽ കൊണ്ടുപോയിട്ടാണ് മൈക്രോ ഇറിഗേഷൻ പമ്പ് ചെയ്യണത്. അസാധ്യമാണ്. അപ്പോൾ അത് ഫുട്ബോൾ കുളത്തിലേക്ക് ഇടുമ്പോൾ ആ കുളത്തിൻ്റെ ആ ഫുട്ബോൾ ഇരിക്കുന്ന അത്രയും ഭാഗമെങ്കിലും വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ചണ്ടി, അരയഞ്ചണ്ടി അല്ലെങ്കിൽ പൂപ്പല്, ചീഞ്ഞളിഞ്ഞ സാധനം ഒന്നും വരാതെ. കാരണം ഇത് ഫൈൻ സിസ്റ്റമാണ്, അടഞ്ഞു പോകും. ഇപ്പോൾ ഗൾഫിൽ വലിയ തോതിലുള്ള ആൾ നിരവധി ഓടിയും അവർക്കൊക്കെ അറിയാം. അവിടെയുള്ള ഒരു പുൽക്കൊടി പോലും മൈക്രോ ഇറിഗേഷൻ ടെക്നിക്കിലാണ് നിൽക്കുന്നത്. നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന പുൽമേടുകൾ, പൂക്കൾ, മരങ്ങൾ, വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഞാൻ വേറെ നാളൊരു മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ അവിടെ കാണുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലും ഇത്രയും വലിയ വർത്തമാനം പറയുന്ന കേരളത്തിൽ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. എവിടെയുള്ള ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള മനുഷ്യന് ചെന്നിരിക്കാൻ വരുന്ന ഒരു ഗംഭീരമായ പൂന്തോട്ടം ഇല്ല എന്നുള്ള നിലയിൽക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ മലമ്പുഴ ഗാർഡൻ്റെ ക്യൂറേറ്റർ ആയിരുന്നു 85 വരെ. ഗാർഡൻ എൻ്റെ അണ്ടറിലായിരുന്നു 85 വരെ. അന്ന് 80കളിലത് പ്രസിദ്ധമായ ഗാർഡനാണ്. അവിടെ കോടിക്കണക്കിന് മനുഷ്യർ വന്നിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ അത്തരം ഡാമുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെച്ചിരുന്ന ഗാർഡനുകൾ മനുഷ്യർക്ക് ശുദ്ധവാസ ശ്വസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ്. അത് പലതും നാശോന്മുഖമാകും. തൊഴിൽ പ്രശ്നം, മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എത്ര പ്രാദേശികമായ ഭരണകൂടങ്ങൾക്ക് അധികാരം വന്നിട്ട് പോലും നമുക്കിതൊന്നുമില്ല. അപ്പോൾ മൈലാ പഞ്ചായത്തിൽ എവിടെ ചെന്നിരിക്കണം, അവിടെ ഉണ്ടായിരുന്ന സ്ഥലം പോലും കെട്ടിമൂടി. ചിന്നേരം പഞ്ചായത്തിൽ എവിടെയുള്ളത്? ആളെവിടെയാണ് ശുദ്ധവായു വിശ്വസിക്കാൻ പോകുന്നത്? ആകെപ്പാട് ഒരു സ്ഥലമുള്ളത് കടപ്പുറത്താണ്. അവിടെയാണെങ്കിൽ പട്ടികളെ കൊണ്ട് നടക്കാൻ വയ്യ, പേടിച്ചിട്ട്. അതാ പ്രശ്നം. പിന്നെ അവിടെ ഇങ്ങനെ തിരിയിട്ടാൻ വഴി എല്ലാവരും ഈ കഞ്ചാവും മറ്റേതും അടിച്ചിട്ട് വരുന്ന സ്ഥലം അതാണ്. അവിടെ ധൈര്യമായിട്ട് കുടുംബങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം നേരായ ഡെസ്റ്റിനേഷൻ കമ്മിറ്റികൾ പോലും ഇല്ല ടൂറിസം കേന്ദ്രങ്ങളിൽ. അപ്പോൾ അവിടെ ചെന്നിരിക്കൽ പോലും ഇന്നൊരു ഭീഷണിയാണ്. ആ നിലയിലാണ് നമ്മൾ ആ വിഷയങ്ങൾ നിൽക്കുന്നത്. ജനങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ തുരുത്തുകൾ, പച്ചത്തുരുത്തുകൾ വേണ്ട. അത് അങ്ങനെ ഞാനത് പറഞ്ഞത് ഗൾഫ് മേഖലയിലൊക്കെ കാണുന്ന പച്ചപ്പിൻ്റെ അവർക്കതൊന്നും ഇല്ല, വെള്ളമില്ലല്ലോ. എന്നിട്ട് പോലും അവരത് സംരക്ഷിക്കാൻ വേണ്ടിയിടുന്ന അധ്വാനം
അതിനോടുള്ള ഒരു നമുക്കിന്ന് കാണിക്കാൻ പൊതുസമൂഹത്തിന് കഴിയുന്നില്ല എന്ന് ഈ കൂട്ടത്തിൽ പറഞ്ഞു തരും. അപ്പോൾ മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി അത്ര വ്യാപകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഡെവലപ്മെൻറ്റ്സ് അവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ വെള്ളത്തിനെ സംബന്ധിച്ച് അമിതമായൊരു കോൺഫിഡൻസിൽ നമ്മൾ അതിൻ്റെ പുറകെ പോയില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മൈക്രോ ഇറിഗേഷൻ ഒഴിവാക്കി നിർത്താൻ ഇനി പാടില്ല എന്നതാണ് കാര്യം. അത് വളരെ സ്വീകാര്യമാണ്. ചെറിയൊരു വീട്ടുടമയ്ക്കും വലിയൊരു തോട്ടത്തിലും ഒക്കെ തന്നെ അത് സ്വീകാര്യമാണ്. അതിനകത്ത് വലിയ സാങ്കേതികത ഒന്നും തന്നെയില്ല. ഇറിഗേഷൻ ട്യൂബുകൾ വഴി വെള്ളം കൃത്യമായി ചെടികൾക്ക് വേരുപടലത്തിൽ കൊടുക്കുക. അത് മാത്രമല്ല, ഇന്നിപ്പോൾ അതിൽ ഫെർട്ടിഗേഷൻ സംവിധാനങ്ങളുണ്ട്. നമുക്ക് ആവശ്യമായ കൃത്യമായ വളം അത് ജൈവമായാലും അല്ലാത്തതായാലും നമുക്ക് അതിനകത്ത് ഫെർട്ടിഗേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെടിയുടെ വേരുകളിൽ കൊടുക്കാൻ പറ്റും. വളർച്ചയോ അല്ലെങ്കിൽ ഉൽപ്പാദനം അതിശക്തമായ എത്രയോ ഇരട്ടി ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ മൈക്രോ ഇറിഗേഷൻ സംബന്ധിച്ചാണ് ഒരു വിഷയം പറയാൻ ചർച്ചയിൽ വരുന്നത്. മറ്റൊരു വിഷയം സ്വാഭാവികമായിട്ട് ഇന്നിവിടെ ഫാം ടൂറിസം തന്നെ. ആ മേഖലയിൽ പരമാവധി നീണ്ടകാലമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നിരവധി പ്രോജക്റ്റുകളിൽ ഞാൻ ഇൻവോൾവ് ആവാറുണ്ട് കേരളത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റിട്ടയർ ചെയ്ത ആളുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ശശിമേനോൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കൺസൾട്ടൻസി വരാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കോഴിക്കോടിൻ്റെ മുകളിലൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആവാം, അല്ലെങ്കിൽ അത് വാഗമണിലാവാം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ പ്രോസസ്സിലൊക്കെ ഞാൻ ഇടപെടാറ്. അപ്പോൾ അത് ഫാം ടൂറിസത്തിലേക്ക് വരുമ്പോൾ ആശയം ഇത്രയേ ഉള്ളൂ. ഈ ഉടമ അയാൾ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ അയാളുടെ ഫാം സംരക്ഷിക്കും. അത് മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ സിറ്റികളിലേക്ക് കുടിയേറുകയാണ്. കോടിക്കണക്കിന് മനുഷ്യർ ഈ ഗ്രാമങ്ങളുടെ ഗ്രാമീണതയോ പച്ചപ്പോ വിട്ട് സിറ്റികളിൽ കുടിയേറുന്നു. ഇപ്പോൾ കൊച്ചിയിൽ. അപ്പോൾ അങ്ങനെ കുടിയേറുന്ന മനുഷ്യരുടെ ഉള്ളിൽ അവരുടെ ഒരു പച്ചപ്പിലേക്ക് താൽക്കാലികമായി എങ്കിലും തിരിച്ചു പോകാനൊക്കെ ഉള്ളൊരു തൃഷ്ണ അവരുടെ ഉള്ളിലുണ്ടാവും. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇഷ്ടമാണ്, കാര്യമാണ്. അല്ലെങ്കിൽ സിറ്റിയിലെ എപ്പോഴും ബഹളങ്ങളിൽ എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റും? അതൊരു ബോറിംഗ് സംവിധാനമാണ് ഒരു പരിധി വരെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു വിഭാഗം ജനത്തിൻ്റെ താല്പര്യത്തിന് സംരക്ഷിക്കുകയാണ് ഫാം ടൂറിസത്തിൽ ചെയ്യുന്നത്. അവർക്ക് അവരുടെ പഴയ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ പച്ചപ്പിനോടുള്ള ഒരു ഇഷ്ടം, പ്രകൃതിയോടുള്ള ഇഷ്ടമൊക്കെ നമ്മൾ ഇവിടെ താൽക്കാലികമായി കൊടുക്കുകയും അവിടെ അവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ രാത്രികൾ 1-2 രാത്രി അല്ലെങ്കിൽ ദിവസങ്ങളോളം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്തെമ്പാടും വർദ്ധിച്ചു വരും. നിങ്ങളിപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഹിമാചലിലോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ പോയാൽ ഇത് നിരവധി കാണാനായിട്ട് കഴിയും. ചിലതൊക്കെ തീം ബേസ്ഡാണ്. അരുണാചൽ പ്രദേശിലൊക്കെ സ്ട്രോബെറിനെ മാത്രം ഫോക്കസ് ചെയ്ത വില്ലേജുകൾ പോലും ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിരവധി ആളുകൾ സ്ട്രോബെറി ഗാർഡൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവരുടെ ഫാമുകൾ. ഇപ്പോൾ ഇവിടെ വട്ടവട ചെന്നാൽ എന്താ കഥ? നമ്മുടെ അവിടെ അല്ലെങ്കിൽ കാന്തല്ലൂരി എന്നാലും എന്താ, കാന്തല്ലൂരി എന്നാലും നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ്, പല ടെമ്പറേറ്റ് ഫ്രൂട്ട്സൊക്കെ കാണാം. പേർ, പീച്ച്, പ്ലം, അങ്ങനെ ആപ്പിൾ വരെ കായ്ക്കുന്നുണ്ട്. നേരെ മറിച്ച് വട്ടവടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂൾ സീസൺ വെജിറ്റബിൾ ആയിട്ടുള്ള ബ്രോക്കോളി അല്ലെങ്കിൽ കേല് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അവിടെ അങ്ങനെ ഗ്രാമീണരും സാധാരണക്കാരെ കർഷകരും വലിയ തോന്നും. പക്ഷെ അവിടെ വലിയൊരു ടൂറിസം സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മൂന്നാറിൽ പോയാൽ പോലും ചിലപ്പോൾ നമ്മൾ അവിടെ പോകുന്നില്ല. നമ്മൾ ഏകയും പിന്നെ ചില നിശ്ചിതമായ റൂട്ടുകളിലും സ്ഥലങ്ങൾ ഡെസ്റ്റിനേഷൻ കണ്ട് തിരിച്ചു വരുന്നൊരവസ്ഥയാണുള്ളത്. പക്ഷെ ഫാം ടൂറിസത്തിലേക്ക് വരുമ്പോൾ ഉടമ ഏറ്റവും ശാസ്ത്രീയമായി ഫാമിംഗ് ചെയ്യുന്നു. അത് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിൽ പങ്കാളികളാകാനായിട്ട് വരുന്നവരെ അവസരം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കും അർബൻ സിറ്റുവേഷനിൽ താമസിക്കുന്ന കുട്ടികൾക്കൊരു ഞാറ് കണ്ടിട്ടില്ല, അവരൊരു റംബുട്ടാൻ്റെ ചെടി കണ്ടിട്ടില്ല, അവരൊരു ആട്ടിൻകുട്ടി തുള്ളി കളിക്കുന്നത് കണ്ടിട്ടില്ല, അവരൊരു ചൂണ്ടിടുന്നത് കണ്ടിട്ടില്ല, അവർ ഒരു മരത്തിൽ കയറിയിട്ടേ ഇല്ല ജീവിതത്തിൽ, അവരൊരു പൂമ്പാറ്റയുടെ പുറകിൽ ഓടിയിട്ടേ ഇല്ല. ഇതാണ് ജീവിത സാഹചര്യം. ഒരു അർബനൈറ്റ് ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സംഗതി മാറും. അങ്ങനെ മാറാൻ കഴിയണം. അതാണ് ഫാം ടൂറിസത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ അവർ ചെയ്യും. അവർ ചിലപ്പോൾ ആടിനെ കറന്ന് നോക്കും, കുളത്തിൽ ചൂണ്ടയിട്ട് നോക്കും, അവർ മീൻ പിടിച്ചിട്ട് ഉടമയോട് പൊരിച്ചു തരാൻ പറയും. അവർ മരത്തിൽ കയറി ചിലപ്പോൾ വിളിമ്പി നമ്മുടെ ഇരുമ്പം വിളി പറിച്ചെന്ന് വരും. അവർ ഞാറ് നട്ടെന്ന് വരും. അവർ ഓരോ കൗതുകങ്ങൾ അവർ തിരിച്ചറിയും. എങ്ങനെയാണ് കുരുമുളക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നെൽമേഖലയിലാണ് എങ്ങനെ ഞാറ് നട്ടത്.
അല്ലെങ്കിൽ ഉഴുന്നത് എങ്ങനെയാണ്, ഉഴുന്നത് എങ്ങനെയാണ്, വളമിടുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ കാണുകയും അല്ലെങ്കിൽ ചിലപ്പോൾ അവരതിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പം മറ്റു പല രാജ്യങ്ങളിലും ഇപ്പം നമുക്ക് ചെല്ലാം, താമസിക്കുന്നപ്പോൾ നമുക്ക് ഉഴുകാം, അല്ലെങ്കിൽ നമുക്ക് ചെളിയിൽ നടന്നുകൊണ്ട് നടാം. അപ്പോൾ അവർക്ക് ആ അവസരം കൊടുക്കും. ഇതാണ് ഫാം ടൂറിസത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന്. അപ്പം അത് മനുഷ്യൻ്റെ ഉള്ളിൽ മാനസികമായ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ആ സമയം ടൂറിസ്റ്റിൻ്റെ ആശയം അതാണല്ലോ ടൂറുകളുടെ. നമ്മൾ പോകുമ്പോൾ വീട്ടിലുള്ള സ്ഥിരമായിട്ടുള്ള നമ്മുടെ ജീവിതക്രമത്തിൽ നിന്ന് മാറി നമ്മൾ ആ 3 ദിവസത്തേക്കാണെങ്കിൽ 3 ദിവസത്തേക്ക് നമ്മൾ മാറുന്നു, പൂർണ്ണമായും മാറും. അപ്പം ഇവിടെ സംബന്ധിക്കുന്ന അത് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ബന്ധിച്ചുകൊണ്ടാണെന്ന് മാത്രം. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉടമയെ സംബന്ധിച്ചിടത്തോളം അധിക വരുമാനം ഉണ്ടാക്കാൻ അയാൾക്ക് അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഉടമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത. അദ്ദേഹം അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. ഈ വീട് തന്നെ ജയറാം നന്നായി ഒരുക്കിയിരിക്കും. ഞാൻ ഇതിന് മുമ്പ് 1-2 വട്ടം വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതിന് പരിസരമൊക്കെ ആ രൂപത്തിലേക്ക് കുറച്ചുകൂടെ പറ്റും. ഇപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ സാധാരണ ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തും, അതിൻ്റെ കോണ്ടൂറുകളെ പഠിക്കും, ഭൂമിയുടെ വലിയ ഭൂമിയൊക്കെ ആണെങ്കിൽ. അതിനുശേഷം അതിലേക്ക് CAD ഡിസൈൻസ് ചെയ്യും. അതിൻ്റെ വഴികൾ, അതിൻ്റെ കോട്ടേജുകൾ, അതിൻ്റെ ഓഫീസ്, അതിൻ്റെ റെസ്റ്റോറൻറ്റ്. ഒരു വലിയ ഫാം ടൂറിസം 5 ഏക്കറിൽ 10 ഏക്കറിൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണം. ഇവിടെ ആകുമ്പോൾ അത്രയും വേണ്ട. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഇവിടെ അറ്റ്ലീസ്റ്റ് കിച്ചൺ ഉണ്ട്, ഇവിടെ ഒരു ഡൈനിങ് ഹാളുണ്ട്, റൂംസ് 3-4 ഉണ്ട്, കൃഷി പുറത്ത് നടക്കുന്നു. പക്ഷെ വലിയൊരു പ്രോപ്പർട്ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ നടപ്പാതകൾ എങ്ങനെ, അതിൻ്റെ പരസ്പര ലിങ്കേജ് എവിടെയാണ്, കൂടുകൾ നിൽക്കേണ്ടത്, പശുവിൻ്റെ തൊഴുത്ത് എവിടെ നിൽക്കണം, വെള്ളം ഹാർവെസ്റ്റ് ചെയ്യുന്ന വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് എവിടെ നിൽക്കണം, അതും ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്, അതിൽ കൂടെ നടന്നു പോകണമോ വേണ്ടോ, നടന്നു പോകുകയാണെങ്കിൽ മീനിടണമോ വേണ്ടോ, അതിലൊരു റാമ്പ്, അതിനകത്തൊരു എന്താ പറയുക, ഒരു അത്തരത്തിലേക്ക് എന്തെങ്കിലും വേണമോ, അല്ലെങ്കിൽ വഞ്ചി ഇടണമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീർപ്പാക്കുകയും ഡിസൈൻ പൂർണ്ണതയിൽ ആക്കിയിട്ട് അതിൽ നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ മേഖലയിൽ വലിയ രൂപത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ തന്നെ ചെറിയ രൂപത്തിലേക്ക് ചെയ്യാനാണ്. ഇപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ കാഴ്ചകളും കൊടുക്കാൻ നമുക്ക് കഴിയണം. ജയറാമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ ഇറിഗേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പച്ചക്കറി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി കൂടുതൽ ഇപ്പോൾ പോണ്ട് ലൈനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ഒരു വാട്ടർ ബോഡി ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ ക്രമീകരണങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ വെച്ചുകളെ സംബന്ധിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു മിനിമം ധാരണ നമുക്ക് വേണ്ടി വരും. ആരെങ്കിലും പുതിയതായിട്ട് അതിലേക്ക് പോകുമ്പോൾ, കാരണം ഹോസ്പിറ്റാലിറ്റി വേറൊരു വിഷയമാണ്. കാരണം ഇന്ന് ഓപ്പറേഷൻസ് മുഴുവൻ ഡിജിറ്റലാണ്. അപ്പോൾ ഡിജിറ്റലായിട്ട് Airbnb ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് booking.com അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ തനതായിട്ടുള്ള വെബ്സൈറ്റോ നമ്മുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ശക്തിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗപ്പെടുത്തിയാണ് ഗസ്റ്റ് നമുക്ക് വരുന്നത്. പഴയ പോലെ വാക്കിംഗ് ഗസ്റ്റുകളുടെ സാഹചര്യം ഇല്ലെന്ന്. വാക്കിംഗ് ഗസ്റ്റുകളൊന്നും പണ്ടെങ്ങനെ ഹോട്ടലുണ്ടാവും, അവിടെ ആളുകൾ നടന്നു വരും, അന്വേഷിക്കും, റൂം ഉണ്ടോ എന്ന് ചോദിക്കും, കയറും. അങ്ങനത്തെ പരിപാടിയില്ലല്ലോ. അത് ആൾമോസ്റ്റ് നിന്നോട്ടെ. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഗസ്റ്റുകൾ വരുന്നത് സംബന്ധിച്ച് അവരെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അവരെ ഹോസ്പിറ്റാലിറ്റി വിഷയത്തിൽ അവരുടെ റൂം ഏറ്റവും വൃത്തിയായിട്ട് വെക്കാനും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 10-15 ദിവസമായുള്ളൂ ഞങ്ങളൊരു യാത്ര നടത്തിയത്. അത് ഞാൻ ഇങ്ങനെ പോയിട്ട് പല സ്ഥലങ്ങളിൽ കറങ്ങി. ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ കറക്കാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ വന്നിട്ട് കുടയിലാണ് താമസിച്ച സ്ഥലം. അപ്പോൾ അവിടെ നമ്മളൊരു കോഫി എസ്റ്റേറ്റിനകത്താണ് താമസിച്ചത്, ഒരു ഫാം ടൂറിസം തന്നെ. പക്ഷെ അവസാനം നമ്മൾ അവരായിട്ട് പണങ്ങേണ്ടി വന്നു. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ രാത്രി നേരത്തെ നമ്മൾ അവരായിട്ട് പണങ്ങുന്ന ഒരു അവസ്ഥ വരുന്നു. നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന ആളുകളെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് സംഭവിച്ചത്. ഇത്രയേ ഉള്ളൂ. അവിടെ 3-4 മുറി ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം എല്ലാവരും തന്നു. വേറെ റൂം നമുക്ക് തന്നത്. കാരണം ബുക്ക് ചെയ്ത ആൾ ഒഴിയാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമുക്ക് വേറെ റൂം മുറി എടുത്തു. അവിടെ അടുത്ത് തന്നെ ഉള്ളത്. അത് നമുക്ക് സ്വീകാര്യമായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാം. അക്കോമഡേഷൻ്റെ കാര്യത്തിൽ നമുക്ക് അതിൻ്റെ നീറ്റ്നെസ് പാലിക്കുക, ടോയ്ലറ്റ് പോലുള്ള സാധനങ്ങൾ അത് വൃത്തിയാക്കി സൂക്ഷിക്കുക. അവർക്ക് ഭക്ഷണം ഇവിടെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാടൻ ഗ്രാമീണമായ ഭക്ഷണം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഫാം ടൂറിസത്തിലേക്ക് വേണ്ടത്. പക്ഷെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ തുടക്കം ഇടുമ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ ഓർഡർ ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ തുടങ്ങേണ്ടി വരും. പക്ഷേ ഭാവിയിൽ നമ്മൾ ഏറ്റവും നാടൻ ഭക്ഷണം കൊടുക്കുക. നമ്മളൊരു മീൻ പിടിക്കുന്നു,
അവർ നമ്മൾ ആ പിടിക്കുന്ന മീൻ വേണമെങ്കിൽ 100 ഗ്രാം ഫ്രീ, ബാക്കിയൊക്കെ പൊരിച്ചു കൊടുക്കുന്നു എന്നുള്ള രൂപത്തിലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യാം. കറി വെച്ച് കൊടുക്കാൻ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ഈ ഫാം ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവിടെ വേറൊരു മുഖ്യ വിഷയം വരുന്നത് നമ്മളിതിനകത്ത് അവർക്ക് എന്തൊക്കെ അവർ അതിനകത്ത് എൻജോയ് ചെയ്യണം. നമുക്ക് ഈ ചില ഇറ്റിനറികൾ തയ്യാറാക്കാം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ജയറാമിന് എന്തൊക്കെയാണ് ജയറാമിൻ്റെ ഇറ്റിനറി, ഇവിടെ വന്ന് ഇരിക്കൽ മാത്രമല്ല, വേണമെങ്കിൽ ഇവിടെ നിന്ന് ബീച്ചിലൊക്കെ അവർ പോകണം, ബീച്ചിൽ നിന്ന് എങ്ങനെ അവർ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകണം, അപ്പോൾ വണ്ടി അറേഞ്ച്മെൻറ്റ് നമ്മുടെ വണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരും ക്രമീകരണമുണ്ടോ, കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ മുസ്ലിം പ്രൊജക്ട് സൈറ്റിലേക്ക് പോകണം. അപ്പോൾ ഇതിനുള്ള ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള ക്രമീകരണം ഒരുപക്ഷെ ചെയ്തു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കേണ്ടത് കാണാൻ കഴിയുമോ, അവിടെ തെയ്യുന്നുണ്ട്, തെയ്യം കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ നമ്മുടെ കളം എഴുതുന്നത് കാണാൻ പറ്റുമോ. ഇത് കാണാത്ത മനുഷ്യരാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബോംബെയിൽ നിന്ന് വരുന്ന ഒരു അർബനൈറ്റാണ്, അവൻ 20ാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുന്നത്. കാരണം ബുക്കിംഗ് ഓൺലൈനാണ്. അവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ ചിലപ്പോൾ ഇതിനൊന്നും പോയില്ല എന്ന് വരും, ഇവിടെ ഇരുന്ന് 2 അടിച്ചിട്ട് വെറുതെ ഇരുന്നു വരും. അതതിൻ്റെ വേറൊരു ഭാഗമുണ്ട് കേട്ടോ, ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്. അതാണ് വേറൊരു അതിൻ്റെ രസം. ചിലപ്പോൾ വായിച്ചാൽ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ട് പോകും. ഇപ്പോൾ പലരും ഫാമുകളിൽ പോയി കമ്പ്യൂട്ടർ മാത്രം, ഇപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാമല്ലോ, അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. അരുണാചൽ പ്രദേശിലൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഫാം ടൂറിസത്തിനകത്ത് സംബന്ധിച്ച് നിരവധി ആശയങ്ങൾ ക്ലബ് ചെയ്തിട്ട് കഴിയും. അതിൻ്റെ ഒരു വലിയ മാതൃകയാണ് ജയറാം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആശംസകളും വ്യക്തിപരമായിട്ട് നല്ല സപ്പോർട്ടും ഞാൻ നല്ലാവുന്നത് നൽകാറുണ്ട്. ഇറിഗേഷനെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. ഫാം ടൂറിസത്തിൻ്റെ കോൺസെപ്റ്റിൽ നിരവധി ആളുകൾ വരട്ടെ. നമ്മുടെ ഈ മുസ്ലിസ് പ്രോജക്റ്റ് ഏരിയയിൽ ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അതിലേക്ക് നീങ്ങുകയാണ്. ഞാനും ഉണ്ട് കൂടെ, ജയറാമിൻ്റെ കൂടെ. എനിക്ക് അവിടെ ഒരു ശരിക്കും പറയാൻ 300 വർഷം പഴക്കമുള്ളൊരു വീട് എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊന്നും ഇവിടെ ആരെയും അങ്ങനെ ഒരു സാധനമില്ല. 300+ ഇയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൺവേർഷൻ വർക്ക് നടക്കണം. അതിൻ്റെ പഴയ പഠിപ്പുരയുടെ ഭാഗത്തൊരു വേറൊരു കോട്ടേജ് കൂടെ പണിയാൻ ഒരുക്കത്തിലാണ്. അപ്പോൾ അതും ചെറിയ ചെറിയ സംഭവങ്ങൾ ഇനിയും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഈ സെക്ടറിലേക്ക് വരട്ടെ. നമ്മുടെ ഈ മേഖല ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടൂറിസം മേഖലയായിട്ട് മാറട്ടെ. നമുക്കിത് അല്ലെങ്കിലും ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ടൂറിസം മേഖലയാണ്, ബിസിനസ് പ്രോജക്റ്റ് ഏരിയയാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നൽകുന്ന ചർച്ചയിൽ എനിക്ക് ഓർമ്മ വന്നതും പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തെടുക്കും. നന്ദി, നമസ്കാരം.